നിങ്ങൾ ഒരു കോച്ചിങ്ങിന് ചേരാനുള്ള ഒരു പ്ലാനിലാണോ? എങ്കിൽ ഇഫ് യു ആർ കൺഫ്യൂസ് ബിറ്റ്വീൻ ബ്രില്യൻറ്റ് ആൻഡ് സൈലന്റ്, ലെറ്റ് മീ ഷെയർ യു മൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ 1 ഇയർ ബ്രില്യൻറ്റിലും 1 ഇയർ സൈലത്തിലും ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. സോ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് ഏതാണ് വർക്ക് ആവാന്ന് അവർക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ പൈസയ്ക്ക് കൊടുത്ത് ഒരു കോച്ചിങ്ങിൽ ചേർന്ന് പിന്നെ നമുക്ക് അയ്യോ ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ. ഒരു റിവ്യൂ നമുക്ക് കിട്ടുന്നത്, അഡ്വർടൈസ്മെന്റ് നമുക്ക് കിട്ടുന്ന റിവ്യൂ വേറെ, പക്ഷെ ഒരു ആൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ റിവ്യൂ പറയുമ്പോൾ അതാവുമല്ലോ നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഓഫ് ബോത്ത് ബ്രില്യൻറ്റ് ആൻഡ് സൈലന്റ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ലത് മറ്റേത് നല്ലതല്ല എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ കുറച്ച് ക്രൈറ്റീരിയ പറഞ്ഞുതരാം. ഈ ഒരു ക്രൈറ്റീരിയ ഇവരെങ്ങനെയാണ്, സൈലം എങ്ങനെയാണ്, ബ്രില്യൻ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ രണ്ടിലും ഓഫ്ലൈൻ അല്ല പഠിച്ചത്, ഓൺലൈൻ ക്ലാസ്സസ് ആണ് പഠിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെയാണ് രണ്ടിടത്തും നടക്കുന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ സൈലത്തിലാണെങ്കിൽ നമുക്ക് അവരുടെ ഓൺലൈൻ ക്ലാസ് വരുന്നത് ഇന്ന ടൈമിൽ അവരുടെ ആപ്പിലോ വെബ്സൈറ്റിലോ നമ്മൾ കയറുമ്പോൾ തന്നെ ലൈവ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. നമ്മൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ജോയിൻ ചെയ്യാം. അല്ലാണ്ട് ഒരു വീഡിയോ കോളിൽ ഇരിക്കുന്ന പോലെയോ ഗൂഗിൾ മീറ്റിൽ ഇരിക്കുന്ന പോലെ അല്ല. ബട്ട് വേർ ആസ് നമ്മൾ ബ്രില്യനിൽ പോവുകയാണെങ്കിൽ ബ്രില്യനിൽ നമുക്ക് എന്നും ആ ടൈം ആവുമ്പോൾ ക്ലാസ് ടീച്ചർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ലിങ്ക് അയച്ചു തരും. നമ്മൾ സൂമിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യില്ല, അതേപോലെ വെബെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മളെല്ലാവരും ജോയിൻ ചെയ്യും. ഒരു വീഡിയോ കോൾ പോലെയാണ്. പക്ഷേ ഈ രണ്ട് സ്ഥലത്തും നമ്മൾ ആർക്കും കാണാൻ പറ്റില്ല, നമുക്കാണ് അവരെ കാണാൻ പറ്റുക. അറിയാലോ, ചില ട്യൂഷനിലൊക്കെ നമുക്ക് ലൈവ് ഇൻട്രാക്ഷൻ അല്ലേ. ഇവിടെ അങ്ങനെയല്ല. ഇനി ഡൗട്ട് ക്ലിയറൻസിനെ പറ്റിയാണ് പറയുന്നത്. ഇൻ ക്ലാസ് ഡൗട്ട് ക്ലിയറൻസ് സൈലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് ഓൺ ക്ലാസ് ടൈമിൽ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു ചാറ്റ് ബോക്സ് അവിടെ ഉണ്ട്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മൾ മെസ്സേജ് അയക്കുന്നതും ബാക്കി എല്ലാവരും മെസ്സേജ് അയക്കുന്നതും നമുക്ക് അതിൽ കാണാൻ പറ്റും, നമുക്ക് തമ്മിൽ റീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ തമ്മിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുന്ന സാറിന് കാണാൻ പറ്റും. സാറ് അത് മെസ്സേജ് കണ്ട് റിപ്ലൈ തരാറുണ്ട്, ഡൗട്ട് ക്ലിയർ ചെയ്യാറുണ്ട് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ. ബട്ട് വേറാസ് ബ്രില്യൻറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ അയച്ച മെസ്സേജ് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എല്ലാവർക്കും കാണാം, ടു എവ്രി വൺ എന്നാണെങ്കിൽ നമ്മൾ അയച്ച മെസ്സേജ് എല്ലാവർക്കും കാണാൻ പറ്റും. ഇനി അതല്ല നമുക്ക് സാറിനോട് മാത്രമാണെങ്കിൽ സാറിനെ മാത്രം ടാഗ് ചെയ്തിട്ട് നമുക്ക് സാറോട് മാത്രം ചോദിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് ടൈമിൽ കേട്ടോ, ക്ലാസ് ടൈമിൽ ഡൗട്ട് ചോദിക്കുന്നൊന്നും മിക്ക സാറുമാരും കാണാറില്ല. അവരുടെ ക്ലാസ്സിൽ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. സോ ക്ലാസ് ടൈമിൽ അയക്കുന്ന മെസ്സേജസ് ഒന്നും അവർ കാണാറില്ല. അപ്പോൾ നമുക്ക് ഡൗട്ട് ഒന്നും, ഇപ്പോൾ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കുറച്ച് പ്രശ്നമാണ്. ഇനി ബ്രില്യൻറ്റിലെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞ്, അതായത് തിയറി ഒക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് ടൈം തരും. ഈ ഒരു ടൈമിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈസ് ഓപ്ഷനില്ലേ, നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ പറ്റും ആരൊക്കെയാണ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നമ്മളെ പേര് വിളിച്ച് നമ്മളെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാം ആ സാറിനോട്. എന്താണ് നമ്മുടെ ഡൗട്ട് നമുക്ക് വായുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ സൈലത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. ആകെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇനി ഇൻട്രാക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിൽ ഐ തിങ്ക് ദർ ഇസ് സീറോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ദ ടീച്ചേഴ്സ് ഡ്യൂറിങ് ക്ലാസ് ടൈം കേട്ടോ. ക്ലാസ് ടൈമിന് സമയത്ത് അവർ സ്ട്രിക്റ്റ് ആണ്, അവർ ഫോക്കസ്ഡ് ആണ്, വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ല, ഒന്നുമില്ല. ബട്ട് സൈലം അങ്ങനെയല്ല. സൈലം നമ്മളോട് എന്തൊക്കെയാണ് മക്കളെ വിശേഷം എന്നൊക്കെ നമ്മൾ ചോദിക്കും. ലൈക്ക് നമ്മൾക്കൊരു ക്ലാസ്സിലിരിക്കുന്നൊരു ഫീൽ നമുക്ക് വരും. ബട്ട് ബ്രില്യൻറ്റിൽ നമ്മളൊരു യൂട്യൂബ് വീഡിയോ നമ്മൾ ഓൺ ചെയ്ത് അവസാനം കാണുന്നത് എങ്ങനെയാണോ അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ബ്രില്യൻറ്റിലുള്ളത്. പിന്നെ പറയാനുള്ളത് ബ്രേക്കിനെ പറ്റിയിട്ടാണ്. നമുക്ക് 2 hour ക്ലാസ്സസ് ആണ് രണ്ടും, സൈലത്തിലും ബ്രില്യൻറ്റിലും വരെ. ചില സമയത്ത് അത് 2-നെക്കാട്ടും കുറച്ച് കൂടും, പക്ഷേ സ്റ്റാൻഡേർഡായിട്ട് 2 hour ആണ് ക്ലാസ്സസ് രണ്ടിലുള്ളത്. ഇനി ബ്രില്യൻറ്റിൽ പറയുമ്പോൾ ബ്രില്യൻറ്റിൽ നമുക്ക് 1 hour കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടാറുണ്ട്, ഒരു 5 to 10 minutes ബ്രേക്ക് കിട്ടും. സൈലത്തിൽ ചിലവർ ബ്രേക്ക് തരും, ചിലവർ ബ്രേക്ക് തരില്ല. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ടീച്ചേഴ്സ്. മോസ്റ്റ്ലി ബ്രേക്ക് ഒന്നും തരാറില്ല. അതാണ് ഓൺലൈൻ ക്ലാസ്സസിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ക്ലാസ് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഡൗട്ട് സോൾവ് ചെയ്യാം, ആരാണ് ഏറ്റവും നല്ലതെന്ന്. ബ്രില്യൻറ്റിൽ പറയുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ കഴിഞ്ഞ് നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, AI-നോട് ചോദിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്താണ് നമുക്കുള്ള ഡൗട്ട് നമ്മൾ ചോദിച്ചാൽ അപ്പോൾ തന്നെ ഒരു AI ചാറ്റ് ബോട്ട് പോലെ നമുക്ക് ഡൗട്ട് പറഞ്ഞുതരും. ഇനി അതല്ല നിങ്ങൾക്കത് ഡയറക്റ്റ് ഒരു ടീച്ചറോട് ചോദിക്കുന്നെങ്കിൽ അതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആസ്ക് ടു ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ ഫോട്ടോ ആയിട്ടോ നമുക്ക് അയച്ചു കൊടുക്കാം നമ്മുടെ ഡൗട്ട് എന്താണെന്ന്. എന്നിട്ട് 2-3 മാക്സിമം പിറ്റേ ദിവസം തന്നെ നമുക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടാറുണ്ട്. ചിലപ്പോൾ 1-2 ദിവസം എടുക്കാറുണ്ട്.
റിയൽ നമുക്കൊരു സാർ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരും. ചിലപ്പോൾ അവർ ടെക്സ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എഴുതി അവർ ഫോട്ടോ അയക്കും, അല്ലെങ്കിൽ അവർ വോയിസ് മെസ്സേജും അയക്കാറുണ്ട്. പക്ഷേ സൈലത്തിലോട്ട് വരുമ്പോൾ ഈ റിയൽ ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. AI ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണുള്ളത്. ഒരു ചാറ്റ് ബോട്ട് പോലെ ചാറ്റ് GPT ഒക്കെ ചോദിക്കുമ്പോൾ ചാറ്റ് GPT എങ്ങനെയാണ് പറഞ്ഞുതരാം അതേപോലെ, പക്ഷെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. അങ്ങനെ ക്ലിയർ അല്ല എന്നല്ല, പക്ഷെ ചാറ്റ് ബോർഡ് നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡൗട്ട് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരും. അവിടെ നമുക്ക് ഇതുപോലെ വോയിസും ചെയ്യാം, ടൈപ്പും ചെയ്യാം, ഇമേജ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കാം. പക്ഷെ ഒരു റിയൽ ട്യൂട്ടർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നൊരു ഫീലില്ലേ, അത് അവിടെ ഇല്ല ഇവിടെ സൈലത്തില്ല. പക്ഷെ ബ്രില്യൻറ്റിൽ റിയൽ ട്യൂട്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു മെത്തേഡ് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സിന് ടൈം കഴിഞ്ഞിട്ട് ഡൗട്ട് ക്ലിയറൻസിന് കുറച്ചും കൂടി നല്ലത് ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് പറയാവുന്നത് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. ബ്രില്യൻറ്റിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ദർ ഇസ് എ ചാപ്റ്റർ വൈസ് ടെസ്റ്റ്. പക്ഷെ സൈലത്തിൽ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് നമുക്ക് ലൈവായിട്ട് ഉണ്ടാവാറില്ല. ചാപ്റ്റർ വൈസ് ടെസ്റ്റിനെക്കാട്ടും കൂടുതൽ അവർക്ക് ഇങ്ങനെ ഫോർട്ട് നൈറ്റ് ടെസ്റ്റ്, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ, GIB നിങ്ങൾ കേട്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മളെ ആപ്പിൽ നോക്കിയാൽ നമുക്ക് ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടും DPP പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് അതിലൊരു ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് നമ്മളേതായ ഒരു പേസിൽ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇൻഫിനിറ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ട് എവിടെ സൈലത്തിൽ. നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാം, ചാപ്റ്റർ വൈസ് പ്രാക്ടീസ് ചെയ്യാം, യൂണിറ്റ് ടെസ്റ്റ് ചെയ്യാം, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. അവിടെ നമുക്ക് ഡിഫിക്കൽട്ട് ലെവൽ കൂട്ടിയിട്ടും കുറച്ചിട്ടും എല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സെയിം ഗോസ് ഫോർ ബ്രില്യൻറ്റിനും അവരുടേതായ ഒരു മെത്തേഡ് ഓഫ് ടെസ്റ്റ് പ്രാക്ടീസ് ഉണ്ട്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ബോത്ത് ബ്രില്യൻറ്റ് ആൻഡ് സൈലം അടിപൊളിയാണ്. അത്യാവശ്യം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും പ്രാക്ടീസ് ചെയ്യാൻ. നമ്മുടെ മെറ്റീരിയൽസ് കൂടാതെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ ബ്രില്യൻറ്റും നല്ലതാണ്, സൈലും നല്ലതാണ്. രണ്ടുപേർക്കും അത്യാവശ്യം amount ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചാപ്റ്റർ വൈസ് ആയിക്കോട്ടെ, യൂണിറ്റ് വൈസ് ആയിക്കോട്ടെ, നമുക്ക് ചൂസ് ചെയ്യാം ഇന്ന ചാപ്റ്റേഴ്സാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ബ്രില്യൻറ്റിനെയും സൈലത്തിലെയും മെയിൻ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 11th ബ്രില്യൻറ്റിലും 12th സൈലത്തിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. മെയിൻ ഡിഫറൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റ് ഇസ് മോർ സ്ട്രക്ചേർഡ് ഒരു പ്ലാനാണ്. അവർക്ക് തമാശക്കളി, കുട്ടിക്കളിയില്ല. അവിടെ പോയാൽ നമ്മൾ 2 മണിക്കൂർ ക്ലാസ് ഉണ്ടെന്നല്ല, ആ 2 മണിക്കൂറും ദർ ഇസ് സീരിയസ് ക്ലാസ് ഗോയിങ് ഓൺ. നമുക്ക് വേറൊരു ഡിസ്ട്രാക്ഷൻ എന്ന ഒരു രീതിക്കില്ല. നമ്മൾ അത്രയും അണ്ടർ പ്രഷർ നമ്മളിരുന്ന് വർക്ക് ചെയ്യണം. ബട്ട് സൈലന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആണ്. ടീച്ചേഴ്സ് നമ്മളോട് ചോദിക്കും, ഓരോ ആൾക്കാരെ പേര് വിളിച്ച് ചോദിക്കും, എന്തൊക്കെയാ, എങ്ങനെ ഉണ്ടായിരുന്നു, സ്കൂളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ അവസ്ഥ എന്താ, അങ്ങനെയൊക്കെ ചോദിക്കും. നമുക്ക് കുറച്ചും കൂടി ഒരു ഹോംലി ഫീൽ തോന്നുന്നത് സൈലത്തിനോടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ഓൺലൈൻ ക്ലാസ്സിലും ബ്രില്യൻറ്റിൽ ചില ടീച്ചർമാർ നമ്മളോട് ചോദിക്കും, ചിലവർ ജസ്റ്റ് നമ്മൾ വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു. ആ ഒരു ഇൻട്രാക്ഷൻ ഇല്ല. ബ്രില്യൻറ്റിലും സൈലത്തിലും എല്ലാ എക്സാംസും കഴിഞ്ഞ് അവരുടെ റിസൾട്ട് അനൗൺസിങ് ഉണ്ട്. ഓൺലൈനായിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യും. നമ്മുടെ പേരും ഫോട്ടോ ഒക്കെ വെച്ച് കാണിച്ച് ഡയറക്ടർ സാർ വന്നിട്ട് ബ്രില്യൻറ്റിൽ അനൗൺസ് ചെയ്യും. സൈലത്തിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ആരൊക്കെയാണോ വിന്നേഴ്സ്, ഈ അടുത്ത് നടന്ന എക്സാമിൻ്റെ വിന്നേഴ്സ് അവരുടെ പേരൊക്കെ പറയും. ആ കാര്യത്തിൽ രണ്ടുപേരും അത്യാവശ്യം നന്നായി ചെയ്യുന്നുണ്ട്. ഇനി ആപ്പ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ആപ്പിൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ബാച്ചിൽ ജോയിൻ ചെയ്ത് ബാക്കിയുള്ള ബാച്ചിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവൈലബിൾ ആയിട്ട് വേറെ കുറേ ബാച്ചസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ 11th ക്ലാസ് ആണെങ്കിലും 12th ക്ലാസ് ആണെങ്കിലും റിപ്പീറ്റേഴ്സിൻ്റെ ബാച്ചസ് ആണെങ്കിലും നമുക്കുണ്ടാവും. സെയിം ഗോസ് ഫോർ സൈലത്തിൽ നമ്മൾ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്താണെങ്കിൽ പോലും കഴിഞ്ഞ 2-3 വർഷത്തെ ക്ലാസ്സസ് എങ്ങാണ്ട് നമുക്കതിൽ ആക്സസ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ടീച്ചർ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അവിടെ പേൾ വീഡിയോസിൽ പോയിട്ട് ക്ലാസ്സസ് കാണാം. പേൾ വീഡിയോസ് എന്ന് പറയുമ്പോൾ മുന്നേ വേറെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് തന്നെ. ആ സെയിം നമുക്ക് ബ്രില്യൻറ്റിലും ഉണ്ട് സൈലത്തിലുണ്ട്. വേറെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും ഉണ്ട്. 2 സ്ഥലത്തും റെക്കോർഡ് ക്ലാസ്സസും ഉണ്ട്, ലൈവ് ക്ലാസ്സസും ഉണ്ട്. 2 മണിക്കൂറാണ് അവരുടെ ക്ലാസ്സസ് വരുന്നത്. എനിക്ക് പേഴ്സണലി വർക്ക് ആയത് സൈലമാണ്. കാരണം കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, സൈലമാണ്. പിന്നെ ഞാൻ പറയുന്നത് ഡൗട്ട് ക്ലിയറൻസിൻ്റെ അപ്പാർട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇൻ ക്ലാസ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സൈലത്തിൻ്റെയും ബ്രില്യൻറ്റിൻ്റെയും മെറ്റീരിയൽസ് മേടിച്ചതിൻ്റെ ബുക്ക് ഞാൻ കാണിച്ചു തരാം. സൈലത്തിൽ ക്ലാസ്സിൽ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ അവർ ചെയ്യും, സാറുമാർ ചെയ്യും, നമ്മൾ കൂടെ ചെയ്യണം അവരെ കൂടെ. സാറുമാർ നമുക്ക് ചെയ്ത് കാണിക്കും. പക്ഷെ ബ്രില്യൻറ്റിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരധികം ക്വസ്റ്റ്യൻസ് ചെയ്യാറില്ല. നമുക്ക് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ആ വർക്ക് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവർ എൻഡ് ഓഫ് ദ ചാപ്റ്റർ ചെയ്യാറാണ് പതിവ്. സോ ചാപ്റ്റർ വൈസ് ഇന്നതാണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടാറില്ല പലപ്പോഴും. ചാപ്റ്റർ വൈസ് അല്ല, ടോപ്പിക് വൈസ് നമുക്ക് കിട്ടാറില്ല. ഒരു ചാപ്റ്റർ കഴിഞ്ഞ് ആ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും കൂടിയും തരാറാണ് പതിവ്. പക്ഷേ പിന്നെ നമ്മൾ ടെസ്റ്റിൻ്റെ ഇതൊക്കെ വരുമ്പോഴും അവരതിൻ്റെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചെയ്യും. പക്ഷേ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടോപ്പിക് വൈസ് നമുക്ക് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല. ബ്രില്യൻറ്റിൽ നമുക്ക് പറഞ്ഞു തരും ഇന്ന ടോപ്പിക്സിൽ
ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആൻസറിലോട്ട് എത്താനുള്ള വഴിയാണ് പറഞ്ഞു തരാറ്. പക്ഷെ സൈലത്തിൽ ഓരോ ടോപ്പിക്സ് കഴിയും തോറും ആ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നീറ്റിന്റെ ക്വസ്റ്റ്യൻസ്, ജെയുടെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് അവർ തന്നെ എഴുതി കാണിക്കാറുണ്ട്. ഇപ്പൊ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ എഴുതി കാണിക്കുന്നത് ഭയങ്കര നല്ലതല്ലേ, നമുക്ക് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ബോർഡിൽ എഴുതി കാണിക്കും. പക്ഷെ ബ്രില്യൻറ്റിൽ അത് കുറവാണ്. എപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുമ്പോട്ടാ, അല്ലാണ്ട് തീരെ ചെയ്യാറില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അത് കുറവാണ്. അപ്പോൾ ഇഫ് യു ആർ സംബഡി, നിങ്ങൾക്ക് നല്ലൊരു സ്ട്രക്ചേർഡ് ഡീറ്റെയിൽ ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും വർക്ക് ആവും. പക്ഷെ കുറച്ചും കൂടി നിങ്ങൾക്ക് വർക്ക് ആവാം എന്ന് എനിക്ക് ഫീൽ ചെയ്തത് ബ്രില്യൻ്റ് ആണ്. അവിടെ നമുക്ക് ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും ഡിസ്ട്രാക്റ്റഡ് ആവാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ലൈക്ക് ഹൈ ലെവൽ ഓഫ് ഇതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ബ്രില്യൻ്റ് ചൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളൊരു ഹൈ ലെവൽ ആണെങ്കിൽ പോലും ലോ ലെവൽ ആണെങ്കിലും രണ്ടും പറ്റൂട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം. നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എങ്ങനെ സോൾവ് ചെയ്യണ്ടേ, ഒരു സ്റ്റാർട്ടിങ് കിട്ടണം, ഒരു കുറച്ചുകൂടി ഇൻട്രാക്ഷൻ വേണം, ഒരു ഹോംലി ഫീൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് യു ടു ജോയിൻ സൈലം. അപ്പോൾ അതാണ് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു കമ്പാരിസൺ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. മേക്ക് ഷുവർ ദാറ്റ് ഓരോ ആൾക്കാർക്കും അവരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആവും. ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ ഒരിക്കലും എവിടെയും വന്ന് പറയുന്നില്ല. ഇതായിരുന്നു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡിഫറൻസ് ഇതൊക്കെയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ബൈ.